വെനസ്വേലയുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിലെ പ്രധാന വ്യക്തിത്വം, ലാറ്റിൻ അമേരിക്കയിലെ ബഹുജന ധൈര്യത്തിന്റെ പ്രതീകം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാനം കെടുത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ മരിയ കൊറീന മച്ചാഡോയെ ഇങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. ദശാബ്ദങ്ങളായി അവർ നിക്കോളാസ് മഡൂറോയുടെ സമഗ്ര ആധിപത്യ ഭരണകൂടത്തെ ചെറുത്തു നിൽക്കുന്നു. ഭീഷണികൾ, അറസ്റ്റ്, രാഷ്ട്രീയ പീഡനം എന്നിവയൊക്കെ സഹിച്ചു പൊരുതുന്ന മച്ചാഡോ അതിസാഹസികമായ അന്തരീക്ഷത്തിലും വെനസ്വേലയിൽ തന്നെ ജീവിച്ചു. സമാധാനപരമായ പോരാട്ടത്തിലൂടെയും സ്വതന്ത്ര തെരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തിലൂടെയും അവർ ലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റം കൈവരിക്കുന്നതിനുള്ള അവരുടെ പോരാട്ടമാണ് അവാർഡിനുള്ള പ്രചോദനമെന്ന് നൊബേൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു. വെനസ്വേലയിലെ ചിതറിപ്പോയ പ്രതിപക്ഷത്തെ ഏകോപിക്കുന്ന ശക്തിയായാണ് നൊബേൽ പുരസ്കാര കമ്മിറ്റി മച്ചാഡോയെ വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ അവരുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. 2024 വിവാദ തെരഞ്ഞെടുപ്പിൽ ഭരണകൂടം അവരുടെ സ്ഥാനാർത്ഥിത്വം തടഞ്ഞപ്പോൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ടാണ് മച്ചാഡോ തിരിച്ചടിച്ചത്. പോളിംഗ് സ്റ്റേഷനുകൾ നിരീക്ഷിക്കുന്നതിനുള്ള ജനജാഗ്രതാ സമിതികൾക്ക് അവർ മേൽനോട്ടം വഹിച്ചു. എതിർപ്പുകളെ അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിച്ചപ്പോഴും കൃത്യമായ കണക്കുകളിലൂടെ തെരഞ്ഞെടുപ്പിലെ തട്ടിപ്പ് തുറന്നുകാട്ടാൻ മച്ചാഡോയ്ക്കായി. ജനാധിപത്യത്തിന്റെ ഉപകരണങ്ങൾ സമാധാനത്തിന്റെയും ഉപകരണങ്ങളാണെന്ന് മരിയ കൊറീന മച്ചാഡോ ലോകത്തിന് കാട്ടിത്തന്നു. പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവരുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് അവരുടെ സത്വമെന്ന് നൊബേൽ കമ്മിറ്റി വ്യക്തമാക്കി. എഞ്ചിനീയറിംഗ്, ഫിനാൻസ് എന്നിവയാണ് മച്ചാഡോ പഠിച്ചത്. കുറച്ചുകാലം ബിസിനസ്സിലും ഒരു കൈ നോക്കി. തലസ്ഥാനമായ കാരക്കാസിലെ തെരുവു കുട്ടികൾക്കായി 1992 അറ്റൈനിയ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. 10 വർഷം കഴിഞ്ഞ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് പ്രോത്സാഹിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുകയും അതിനുള്ള പരിശീലനം നൽകുകയും ചെയ്യുന്ന സുമേറ്റിന്റെ സ്ഥാപകരിൽ ഒരാളായി. 2010 റെക്കോർഡ് വിജയത്തോടെ അവർ ദേശീയ അസംബ്ലിയിലെത്തി. 4 വർഷത്തിനു ശേഷം ഭരണകൂടം അവരെ പദവിയിൽ നിന്ന് പുറത്താക്കി. മച്ചാഡോ വെൻഡേ വെനസ്വേല എന്ന പ്രതിപക്ഷ പാർട്ടിയെ നയിച്ചു. 2017 സോയി വെനസ്വേല സഖ്യമുണ്ടാക്കാൻ സഹായിച്ചു. ഇതിലൂടെ രാജ്യത്തെ ജനാധിപത്യ അനുകൂല ശക്തികൾ രാഷ്ട്രീയ ഭിന്നത മറന്ന് ഒരുമിച്ചു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മച്ചാഡോ സ്ഥാനാർത്ഥിയായി. മത്സരിക്കുന്നതിൽ നിന്ന് ഏകാധിപത്യം അവരെ തടഞ്ഞപ്പോൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മണ്ടോ ഡോൺസാലസ് ഉറുട്ടിയെ പിന്തുണച്ചു. പ്രതിപക്ഷം ശക്തമായി പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിജയി തങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ രേഖകൾ അവർ പുറത്തുവിട്ടു. എന്നാൽ നിലവിലെ ഭരണകൂടം സ്വയം വിജയം പ്രഖ്യാപിച്ച് അധികാരത്തിൽ പിടിമുറക്കി. രാജ്യാന്തര തലത്തിൽ ജനാധിപത്യം വൻതോതിൽ പിൻവാങ്ങുമ്പോഴാണ് മച്ചാഡോയ്ക്ക് ജനാധിപത്യത്തെ നിലനിർത്താനുള്ള ശ്രമത്തിന്റെ പേരിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. സന്തോഷം കൊണ്ട് ഞെട്ടിപ്പോയെന്നായിരുന്നു നൊബേൽ പുരസ്കാര വാർത്ത കേട്ട മച്ചാഡോയുടെ ആദ്യ പ്രതികരണം. എന്തായാലും നൊബേൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് വിഷമം പിടിച്ച തെരഞ്ഞെടുപ്പായിരുന്നിരിക്കണം. യോഗ്യമായ ആളെ കണ്ടെത്തണം എന്നതു മാത്രമായിരുന്നില്ല അവരുടെ പ്രതിസന്ധി. മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുള്ള സമ്മർദ്ദവും നേരിട്ടു. നൊബേൽ കമ്മിറ്റിയുടെ ബുദ്ധിപൂർവമായ നീക്കമെന്നാണ് ചില നിരീക്ഷകർ ഈ പുരസ്കാരത്തെ വിശേഷിപ്പിച്ചത്. കാരണം ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള വെനസ്വേലയിലെ പ്രതിപക്ഷത്തെയാണ് മച്ചാഡോ പ്രതിനിധാനം ചെയ്യുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ നിയമവിധേയമല്ലാത്തവൻ എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചതും ഇതോടൊപ്പം ചേർത്ത് വായിക്കാം. തുടർന്നുള്ള ആഴ്ചകളിൽ കള്ളക്കടത്തുകാരുടേതും മയക്കുമരുന്ന് കച്ചവടക്കാരുടേതുമെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് വന്ന വെനസ്വേലൻ ബോട്ടുകളെ ട്രംപ് ഭരണകൂടം നശിപ്പിച്ചിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ കോപത്തിനിരയാകാൻ ഇടയില്ലാത്ത ഒരാളെ നൊബേൽ കമ്മിറ്റി തെരഞ്ഞെടുത്തെന്ന് ചുരുക്കം. ഇതൊരു വന്യമായ ഭാവന മാത്രമായേക്കാം, എന്നാലും രസകരമായ നിരീക്ഷണമാണ്. 1967 ഒക്ടോബർ 7 കാരക്കാസിലാണ് മച്ചാഡോ ജനിച്ചത്. വിവാഹമോചിതയായ അവർക്ക് 3 മക്കളുണ്ട്.